ഫിക്സ്ഡ് പ്രൈസ് കേട്ടോ. ഇതൊക്കെ നമ്മളെ റോഡ് മാസ്റ്റർ കണ്ടുവരുന്നവർക്കേ കൊടുക്കുള്ളൂ. 3,75,000 രൂപ ഫിക്സ്ഡ് പ്രൈസ്. 15 ഓട്ടോമാറ്റിക് വണ്ടി വിത്ത് ഫുൾ ലോണും കിട്ടും. ഈ വണ്ടി വില നമുക്ക് 4.5 ലക്ഷം രൂപയ്ക്ക് ഫിക്സ്ഡ് പ്രൈസ്. 4,50,000. അതായത് ഒരു മാരുതിയുടെ വിലക്ക്. പല വീഡിയോ നൂറ്റിക്കണക്കിന് വീഡിയോ ചെയ്യണാണല്ലോ ജനങ്ങൾ. കമ്പയർ ചെയ്തിട്ട് അതിലൊക്കെ ഉണ്ടാവുമല്ലോ. ടി യു ഇന്റെ അടുത്ത് മാത്രമല്ലല്ലോ ഉള്ളത്. വണ്ടിന്റെ വിലയുടെ കാര്യത്തിലൊന്നും ഒന്നും പറയാം. കാരണം അത്രയും വില കുറച്ചിട്ട് തന്നെയാണ് ഇപ്പൊ ഈ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ജെന്യുവൻ അല്ലാന്നുണ്ടെങ്കിൽ ഓൽക്ക് എന്ത് ചെയ്യും? വന്ന എക്സ്പെൻസ് തിരുവനന്തപുരത്ത് തന്നാലും കാസർഗോഡ് തന്നാലും ഒരു 10,000 രൂപ ചെലവായി അത് ഞാനാണ് കൊടുക്കും. ഈ വണ്ടിക്കൊക്കെ നമ്പറാണ് കാട്ടി കൊടുത്താളി. അത്രേ ഉള്ളൂ. ചോദിച്ചു 6.5 ഒക്കെ ചോദിച്ചവരുണ്ട്. നമുക്ക് അതൊന്നും വേണ്ട. നമുക്ക് ഫിക്സ്ഡ് പ്രൈസ് 5,65,000 രൂപ. 5,65,000 6 ലക്ഷം രൂപ ലോണും ഞാൻ കൊടുക്കും. ആവശ്യക്കാരന് അത്യാവശ്യക്കാരനാണെങ്കിലും 6 ലക്ഷം രൂപ ലോൺ കിട്ടും. അതായത് ഈ കാണിച്ച മുഴുവൻ വണ്ടി ഫുൾ ലോണിൽ എടുത്തോണ്ട് പോകാൻ കിട്ടും. വില ഫിക്സ്ഡ് പ്രൈസ് എല്ലായിടത്തും 8-8 ചോദിക്കും. 7,60,000 രൂപയ്ക്ക് നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കാം. അല്ല ഇത് ഓടുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ മാതിരി ഒരു മുതൽ നമ്മൾ വെറുതെ കൊടുക്കാണ്. 2 എണ്ണം തരുമോന്ന് ചോദിക്കരുത് ആരും. ഇതെല്ലാരും 5 രൂപ ചോദിച്ചു ഇതിന്. 17 വണ്ടി എല്ലായിടത്തും 5 രൂപയാണ്. പക്ഷെ നമുക്ക് ഒരു ഫിക്സ്ഡ് പ്രൈസ് 4,15,000 രൂപ. 4,5 അത് കൊടുക്കും. ഇതിന്റെ കിലോമീറ്റർ ആണ് നമ്മൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിക്കണോ. വണ്ടിന്റെ നമ്പർ കണ്ടോളി. കിലോമീറ്റർ, സിംഗിൾ ഓണർ, 0 ക്ലെയിം. നമ്മുടെ റെഡ് ബെൽ യൂസ്ഡ് കാർസിലെ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. റെഡ് ബെൽ യൂസ്ഡ് കാർസിൽ ഒരുപാടധികം എക്സ്ചേഞ്ച് വണ്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ചൂടപ്പം പോലെ ടപ്പേന്ന് പറഞ്ഞ് വിറ്റ് പോയിട്ട് ആ ഒരു വണ്ടികൾ കംപ്ലീറ്റ് ഞാൻ കാണിച്ച വണ്ടികൾ വിറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വണ്ടി കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ന്യൂ ഇയർ അതുപോലെ തന്നെ ഇയർ എൻഡിങ് എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ഗംഭീര ഓഫർ നിങ്ങൾക്ക് ഇതാ നിരത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ഈ കിടക്കുന്ന മുഴുവൻ റെഡ് ബെല്ലിൽ ഇന്നോവയൊക്കെ ആയിട്ട് വന്നിട്ടുള്ള എക്സ്ചേഞ്ച് വണ്ടികളാണ്. അതും നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികൾ. ഇവർ ഈ പ്രാവശ്യം ഈ വണ്ടികൾ തരുന്ന വില നിങ്ങളെ ഞെട്ടിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തോട്ടോ. അതിനും മാത്രം വില കുറച്ചാണ് ഇട്ടുള്ളത്. പിന്നെ ഓഫറിൻ്റെ ഫുൾ ടാങ്ക് ഡീസൽ. അതായത് ജനുവരി 10-ാം തീയതി വരെ നിങ്ങൾ ഇവിടുന്ന് ഏത് വണ്ടി എടുത്താലും നിങ്ങൾക്ക് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു തരും. അപ്പോൾ നമ്മുടെ വൈറൽ താരം നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. എന്താണ് ഇങ്ങനെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും നമ്മൾ സ്വാഗതം ചെയ്യാണ് വീഡിയോയിലേക്ക്. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഓഫർ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റ ഓഫറാണ്. വെടിക്കെട്ട് ഓഫർ. അതായത് 2024 to 25 സാമ്പത്തിക വർഷം അങ്ങനെയാണല്ലോ വരിക. അപ്പൊ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹമുള്ളവന് എങ്ങനെയെങ്കിലും ഒരു വണ്ടി മാക്സിമം വില കുറച്ചിട്ട് കൂടുതൽ ഇപ്പൊ നമ്മളെ മെയിൻ കച്ചവടങ്ങൾക്ക് അറിയാലോ. മുത്തലിയാരെ പേരക്കുട്ടികളെ കച്ചവടം നമ്മൾ ചെയ്യലുള്ളൂ. ടയോട്ടന്റെ വണ്ടി വെച്ച് ഇതൊക്കെ എക്സ്ചേഞ്ച് വണ്ടികളാട്ടെ. ഈ കാണിക്കാൻ പോകുന്ന ഈ ലൈന് മൊത്തം ഒരു 10-20 വണ്ടി ഒക്കെ നമ്മൾ ആളുകൾ എന്താ വെച്ചാൽ ചെറുതെന്നാണല്ലോ LKG കഴിഞ്ഞിട്ടാണല്ലോ UKG എത്തുക. അപ്പൊ ചെറിയ വണ്ടികൾ അല്ല ഇനോവ ഈ ഇനോവകളായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത വണ്ടികളാണ് ഈ കാണുന്ന മൊത്തം വണ്ടികൾ. അപ്പൊ അതിന് മാത്രം ഓഫറിൽ മാക്സിമം വില കുറച്ച് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് ജനുവരി 2025 ജനുവരി 10-ാം തീയതി വരെ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടാണ് നമ്മൾ ഏത് വണ്ടി എടുത്താലും കൊടുക്കുക. 90% ഈ വണ്ടികളും ഫുൾ ലോണിലും കൊടുക്കും. ഈ കാണുന്ന ഒരുവിധം വണ്ടികൾ മൊത്തം ഫുൾ ലോണിലും കൊടുക്കും. അതാണ് കേട്ടോ. അതായത് ഞെട്ടാൻ റെഡി ആയിട്ട് ഈ ഒരു വീഡിയോ. അതെ നമുക്ക് എന്നാലേ ലോ ബഡ്ജറ്റ് വണ്ടി അല്ലെങ്കിൽ പോലും ഓഫറിൽ കൊടുക്കാൻ പറ്റുന്ന ഫസ്റ്റ് വണ്ടി ഒരു കരിമ്പുരിമെന്നാണ് തുടങ്ങാൻ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇത് മുഴുവൻ കാണിക്കാനുള്ളതാണ്. ആദ്യത്തെ വണ്ടി തന്നെ ഒരു കരിമ്പുലി അല്ലേ? ആദ്യത്തെ തന്നെ ടയോട്ടയിലൂടെ രാജാവ്. അതായത് ഫോർച്യൂണർ ആണ്. ഒരു 1.5 മുതലാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. 4 മിഷ്ലിന്റെ പുത്തൻ ഡയറക്റ്റ് ഇങ്ങോട്ട് കൊണ്ടു വെച്ചിട്ടുള്ളൂ. 100 കിലോമീറ്റർ ഓടിയിട്ടില്ല. ഇതിപ്പോ മോഡൽ ഏതാ? 2019 അജു. അത് 2 വീല് ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. അത് കേരള വണ്ടിയാ? ഒറിജിനൽ കേരള വണ്ടി, സെക്കൻഡ് ഓണർ, ജെന്യൂൻ കിലോമീറ്റർ 1,30,000 കിലോമീറ്റർ. ഇത് എന്തെങ്കിലും ആക്സിഡന്റ് തട്ടുമുട്ടൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. മേജർ ആയിട്ട് ഒരു ബമ്പർ, ഒരു ഹെഡ്ലൈറ്റ്, അതിന്റെ അപ്പുറത്തേക്ക് എന്തുണ്ടെങ്കിലും വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കും. അങ്ങനെ ഉണ്ടല്ലേ? ഈ വണ്ടിയുടെ ഒരു ബമ്പറും ഒരു ഹെഡ്ലൈറ്റും അല്ലാതെ അതിന്റെ മുകളിലേക്ക് എന്ത് റീപ്ലേസ് ഉണ്ടെങ്കിലും വണ്ടി ഫ്രീ ആണ്. ഈ വണ്ടിന്റെ കച്ചവടം അതാണ് ഗ്യാരണ്ടി. അടിപൊളി. അതായത് നിങ്ങൾക്ക് ഈ ഒരു ജനുവരി 10-നുള്ളിൽ എടുക്കുകയാണെങ്കിൽ ഫുൾ ടാങ്ക് ഡീസൽ 1 ലക്ഷം രൂപ ഡീസലിനായാലും ഞാൻ അടിച്ചു കൊടുക്കും. പറഞ്ഞ വാക്ക് മാറ്റാൻ പറ്റൂലല്ലോ. അത് പറ്റൂല. അപ്പൊ എന്തായാലും ഒരു റീപ്ലേസ്മെന്റും ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം. ഒരു ബമ്പർ, ഒരു ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അല്ല. ഇന്നാലും നമ്മളുള്ള സംഗതി പറഞ്ഞു കൊടുക്കണ്ട. ജായിസായി സംഗതി പറഞ്ഞു കൊടുക്കണ്ടോ. ഒറിജിനൽ കേരളയാണ്. സിംഗിൾ ഓണർ ആണ്. 5 ടയർ പുതിയതാണ്. ഫുൾ കവർ പുത്തൻ ഇൻഷുറൻസ് ആണ്. വരുന്ന ആളുകൾക്ക് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് ഞാനിപ്പോ എല്ലാ വീഡിയോയിലും പറയുന്ന ഹിന്ദിപ്പാട്ടോ അറബിപ്പാട്ടോ മുഹമ്മദ് റാഫിന്റെ ഗസലോട്ടിട്ട് ഒറ്റ പോക്ക് അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചിന്തിക്കണ്ട. നോർമൽ 35 ലക്ഷം റുപ്യ കുറച്ച് ഈ വണ്ടി എവിടെയും കിട്ടൂല. നമ്മളൊരു വെല്ലുവിളിയായിട്ട് ജനങ്ങളെ വിളിക്കുകയാണെങ്കിൽ കിട്ടൂല. 19 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക് 1.30 ഇത്രയും ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി. 5 ടയറിന് തന്നെ 75,000 റുപ്യ കൂട്ടിക്കോളി. ഇൻഷുറൻസിന് 50,000 കൂട്ടിക്കോളി. 1.25 ലക്ഷം റുപ്യ തന്നെ അഡീഷണൽ വന്നു.
ഇത് നമുക്കൊരു ഫിക്സഡ് പ്രൈസ് ആയിട്ട് കൊടുക്കുക. വില കുറച്ച് നിങ്ങൾ ചോദിക്കരുത്. 33 ലക്ഷം റുപ്യ. 33 ലക്ഷം റുപ്യക്ക് ഫിക്സഡ് പ്രൈസ് ആയിട്ട് ഈ വണ്ടി നമ്മൾ കൊടുക്കും. ഡീലർമാർ എടുക്കുന്ന വില ഇട്ടത് നമ്മളെന്താ പറയുക, ഡീലർമാർക്ക് കൊടുത്തിട്ട് കാര്യമല്ലല്ലോ. നമ്മളെ ചാനലിലും നമ്മളെ റെഡ് ബെൽ യൂസർ കാർസിനും വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം മുതൽ കൊടുക്കേണ്ടത്. ഡീലർമാർ ഇതിപ്പോ വിളിച്ചു പറഞ്ഞാൽ ഇഷ്ടം പോലെ എടുക്കാൻ ആളുടെ കൊടുക്കൂല. ഞാൻ പാർട്ടിക്കാർക്ക് നമ്മളെ കസ്റ്റമേഴ്സിനല്ലേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. 33 ലക്ഷം റുപ്യ നല്ലൊരു പ്രൈസ് അല്ലേ? നല്ല പ്രൈസ്. ജനങ്ങൾ ഇതൊന്ന് പിന്നെ വാട്സപ്പ് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ OLX, ഫേസ്ബുക്ക്, ഈ സംഗതികളിലൊക്കെ ഇതിന്റെ മാർക്കറ്റ് പ്ലേസ് ആണല്ലോ. ഇത് നോക്കി അറിയാൻ കഴിയുമല്ലോ. 19 ടൂ വീലർ ഓട്ടോമാറ്റിക് വണ്ടി 33 റുപ്യക്ക് ഞാൻ കൊടുക്കും. ഇത്രയും ക്ലീൻ വണ്ടി ഞാൻ പറഞ്ഞില്ല. 22 കിലോമീറ്റർ അപ്പുറത്ത് ടയോട്ട ഷോറൂമിൽ KL 10 വണ്ടിയാണ്. ഫാൻസി നമ്പറുള്ള വണ്ടിയാണ്. അപ്പൊ മിസ് ചെയ്യണ്ട, ഫുൾ ലോണിൽ എടുക്കും. അതുപോലെ തന്നെ അടുത്തത് ഒരു കിഡിലൻ സാധനം ജീപ്പ്. അതെ, കിഡിലൻ ജീപ്പ് താറ് CRD. മോഡൽ ഏതായത്? മോഡൽ 2011 മോഡൽ, 12 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. അടിപൊളി. അതായത് ഫസ്റ്റ് വണ്ടിയാണ്. അതെ. ഇത് എന്തെങ്കിലും അപാകത പറയണോ? ഒരു അപാകതയും പറയണ്ട. ഇതിന്റെ ഫിറ്റിംഗ്സ് മാത്രം പറഞ്ഞാൽ മതി. അപാകത ചോദിക്കല്ലേ. ഫിറ്റിംഗ്സ്, അഡീഷണൽ ഫിറ്റിംഗ്സ്. അതെ, 5 കിഡിലൻ വീല്, സൈഡ് സ്റ്റെപ്പ്, ഫ്രണ്ടിൽ ക്രാഷ് ഗാർഡ്, ബാക്കിൽ ബമ്പർ, ഹാർഡ് ടോപ്പ് ആക്കിയിട്ടുണ്ട്. ഹാർഡ് ടോപ്പ് അല്ല, പക്ഷെ ഹാർഡ് ടോപ്പ് പോലെ ഒരു സോഫ്റ്റ് ടോപ്പ്, അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. എന്തായാലും 2011 ഈ വണ്ടി വളരെ റെയർ ആണ്. ഏത് CRDയിൽ തുടക്കമാണല്ലോ ഫസ്റ്റ്. മലയും കുന്നും കയറണോനും റബ്ബർ എസ്റ്റേറ്റ് ഉള്ളവനും പിന്നെ കോഴി ഫാം ഉള്ളവനും അടക്കത്തോട്ടുള്ളവനും ആർക്കും കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ്. 4 വീലാണ്, AC ഉണ്ട്, പവർ സ്റ്റാറിംഗ് ഉണ്ട്. അതെ, ഓവറോൾ വണ്ടി നല്ല നീറ്റ് അല്ലേ? നല്ല 2011 അപേക്ഷിച്ച് നല്ലൊരു കിടക്കാച്ചി വണ്ടിയാണ്. ടയർ ഭാഗം 5 പുത്തൻ ടയർ, 5 വീൽ അലേ വീലോ. അടിപൊളി. ഇതിപ്പോ നമുക്ക് എന്താ വില വരുന്നത്? ഇത് എല്ലാവരും 4.5 ചോദിച്ചു. പക്ഷെ നമ്മളിത് എക്സ്ചേഞ്ചിൽ കിട്ടിയോണ്ട് എന്ത് ചെയ്യാണ്, 3,75,000 റുപ്യ. 3,75 ഫിക്സ്ഡ് പ്രൈസ് കേട്ടോ. ഇതൊക്കെ നമ്മളെ റോഡ് മാസ്റ്റർ കണ്ടുവരുന്നവർക്കേ കൊടുക്കുള്ളൂ. 3,75,000 റുപ്യ ഫിക്സ്ഡ് പ്രൈസ്. അല്ല, അങ്ങനെയല്ല. ഇത് നമ്മളെന്താ പറയുക, ഞാനിപ്പോ വീഡിയോയിൽ പറഞ്ഞില്ല, ഇതൊക്കെ മാക്സിമം നമ്മൾ ഇതൊക്കെ എക്സ്ചേഞ്ച് വണ്ടികളാണ്. ആളുകൾക്ക് ഒരു ആവശ്യക്കാരൻ കസ്റ്റമേഴ്സിന് വണ്ടി എങ്ങനെങ്കിലും എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹക്കാരനെ നമുക്ക് ഈ വണ്ടി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതെ, ഇത് അരൂതന്റെ മാതിരിയാണ്. കാണുമ്പോൾ കിട്ടുള്ളൂ, തോന്നുമ്പോൾ കിട്ടൂല. അതാണ് ഇതിന്റെ ഒരു സിസ്റ്റം. ഇതിപ്പോ വേറെ ഒരു അപാകത ഉറപ്പല്ലേ? ജീപ്പ് അല്ലേ ഇതിനിപ്പോ അപാകത പറഞ്ഞാൽ മെയിൻ ക്ലാസോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ബോണറ്റും പിന്നെ ഇപ്പൊ ജീപ്പ് സ്റ്റൈലിലാണല്ലോ ഇപ്പൊ ഉപയോഗിക്കുക. ഓവർ ഓടിയിട്ടുണ്ടോ? അല്ല, ഓട്ടം ഇതിനകത്തുള്ള 95,000 കിലോമീറ്റർ. അത് കോഴിക്കോട് നരിക്കുനിയിലുള്ള നമ്മളൊരു കസ്റ്റമറെ കയ്യിൽ നിന്ന് നമ്മൾ എക്സ്ചേഞ്ചിൽ എടുത്ത വണ്ടിയാണ്. 3,75 ഫിക്സ്ഡ് പ്രൈസ്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇതും അതുപോലെ തന്നെ KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ ചെയ്ത സിംഗിൾ ഓണർ വണ്ടി ബൊലേറോ. നല്ല വൃത്തിയുണ്ട്. വണ്ടി ബൊലേറിനെ സംബന്ധിച്ചിടത്തോളം സിംഗിൾ ഓണർ ആണ്. നല്ല വൃത്തിയുള്ള വണ്ടി. അതെ. എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടോ? ഇല്ലല്ല, റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല. ഇതൊക്കെ മേടിച്ച കസ്റ്റമർ ഈ വണ്ടി ഇറാ മോട്ടോഴ്സ് ഷോറൂമിൽ നിന്ന് റിബൺ കെട്ടി ഇറക്കിയ ആളെ കയ്യിൽ നിന്ന് നമ്മളൊരു വണ്ടി എക്സ്ചേഞ്ച് ചെയ്ത് എടുത്തതാണ്. സിംഗിൾ ഓണർ വണ്ടി. ഇത് ഓടിയ കിലോമീറ്റർ 1,40,000 കിലോമീറ്റർ. ജെന്യുവൻ ആണെന്ന് അവര് നമ്മളോട് പറഞ്ഞു. ആ നമ്മൾ വാങ്ങിയ കസ്റ്റമറുടെ നമ്പറും നമ്മളോട് കൊടുക്കും വരുന്ന ആളുകൾക്ക്. അതായത് 4 ഡോർ വിൻഡോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ. പിന്നെ ZLX അല്ല, SLX, AC 4 സ്റ്റാറിംഗ്, 4 ഡോർ വിൻഡോ പിന്നെ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. മോഡൽ 14 സിംഗിൾ ഓണർ വണ്ടി. എല്ലായിടത്തും ഇതിന് വില 4,4,4,4 ആണ്. ഒറ്റ വില ഫിക്സ്ഡ് പ്രൈസ് 3,75,000 രൂപ. 3,75 14 ബൊലേറോ ആണ് കൊടുക്കുന്നത്. അടിപൊളി. 3,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2014 വണ്ടിയാണ് തരുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. 3,75 ഫുൾ ലോണും കിട്ടും. ഫുൾ ലോണും കിട്ടും. അതുപോലെ തന്നെ ഈ TUV ആണെങ്കിലോ? TUV അതേപോലെ തന്നെ മഹീന്ദ്രന്റെ ഒരു 5 വണ്ടി 6 വണ്ടി ഇപ്പൊ നമ്മുടെ അടുത്ത് റെഡിയിൽ എക്സ്ചേഞ്ച് വണ്ടി ഉണ്ട്. ഇത് 2015 ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. 15 ഓട്ടോമാറ്റിക് ആണ്. അതെ. T8 ഫുൾ ഓപ്ഷൻ വണ്ടി. 15 ഏറ്റവും ടോപ്പ് അല്ലേ? അതെ. 15 T8 എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി. ABS, എയർ ബാഗ്, അലോയ് വീൽ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. എന്തെങ്കിലും അപാകതമായിട്ടുണ്ടോ? അപാകതമായിട്ട് ഒന്നും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 4 ടയറും ഉണ്ടല്ലോ. 4 ടയറും കടുംപുത്തൻ ടയർ. അതെ അല്ലേ? ഇന്റീരിയർ ആണെങ്കിലും അടിപൊളിയാണ്. കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ 60 ജെന്യുവൻ ആണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നമ്മൾ മേടിച്ച കസ്റ്റമറെ കയ്യിൽ നിന്ന് ഓരോ നമ്പറാണ് കൊടുക്കും. ഒരു വിളിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ നിവാരണം നടത്തിക്കോട്ടെ. നിങ്ങൾ എന്നെടുത്തു, നിങ്ങൾ എത്ര കിലോമീറ്റർ സർവീസ് ചെയ്തു എന്നൊക്കെ ഒരു ചോദിച്ചോട്ടെ. നമുക്ക് ഇപ്പൊ ഇത്രയും വണ്ടി ഉണ്ടാകുമ്പോൾ മൊത്തം ഡീപ്പായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയൂലല്ലോ. പറ്റൂല. ഒരപാധില്ല, റീപ്ലേസ് ഇല്ല, ഗ്യാരണ്ടി. 15 ഓട്ടോമാറ്റിക് വണ്ടി വിത്ത് ഫുൾ ലോണും കിട്ടും. ഈ വണ്ടി വില നമുക്ക് 4.5 ലക്ഷം റുപ്യക്ക് ഫിക്സ്ഡ് പ്രൈസ്. 4,50,000. അതായത് ഒരു മാരുതിയുടെ വിലക്ക്. അതെ. അത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട. ഏഴാൾക്ക് സുഖസുന്ദരമായിട്ട് പാട്ടിട്ട് പോകാൻ പറ്റിയ ഒരു വണ്ടിയാണ്. സെയിം സാധനം. ഇത് മാനുവൽ. അത് 15 ആണ്, ഇത് 16 ആണ്. ഒരു കൊല്ലം കൂടുതലുണ്ട്. 16 അത്യാവശ്യം നല്ല നീറ്റ് അല്ല. ഇതൊക്കെ കോട്ടയത്ത് നമ്മളൊരു പള്ളിയിലച്ഛന്റെ വണ്ടിയാണ്. പള്ളിയിലച്ഛനോട് നമ്മൾ ഇങ്ങോട്ട് മേടിച്ച പള്ളിയിലച്ഛന്റെ നമ്പറാണ് കൊടുക്കും. ക്രിസ്റ്റ കൊടുത്തു. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിന് ഒരു 63,000 കിലോമീറ്റർ Z ഓട്ടോമാറ്റിക്. അത് അച്ഛനാണ് കൊടുത്തു. അടിപൊളി. ഇത് വേറെ എന്തെങ്കിലും അപാകത? ഇതിന് ഒരു റീപ്ലേസ് ഉള്ള ഗ്യാരണ്ടി നമ്മൾ ഇതിന് കൊടുക്കും. ഒരു റീപ്ലേസ് ഇല്ല. 5 ടയർ പുതിയതും ഫുൾ ഫിറ്റിംഗ് വണ്ടി. മാനുവൽ ആണ്. ഇത് T8 ഫുൾ അല്ലേ? പക്ഷെ മാനുവൽ ആണേ ഉള്ളൂ. ഇത് മാനുവൽ ആണ്. നല്ല അടിപൊളി ഇന്റീരിയർ. ഇന്റീരിയർ അതിന്റെ ഉള്ളുക്കം തുറന്നു നോക്കാൻ നിങ്ങൾ
വൃത്തിയിൽ എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി. പിന്നെ അച്ഛന്മാരൊന്നും കൊണ്ടെടുക്കുമ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഓലൊക്കെ സമൂഹത്തിൽ നല്ല വൃത്തിയിലും വെടുപ്പിലും നടക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് പറയണ്ട, നമ്മളെ നാടന്മാരെ സ്റ്റൈലിൽ എന്തായാലും ഒരു കൊണ്ടെടുക്കൂലല്ലോ. അത്രേ ഉള്ളൂ. നല്ല വൃത്തിയുണ്ട് വണ്ടി. 16 മാനുവൽ എത്രക്ക് കൊടുക്കാം? ഇതും നമുക്ക് അതേ വില, ഈക്വൽ പ്രൈസ്, 4.5 ലക്ഷം രൂപ വിത്ത് ഫുൾ ലോൺ. ഇതൊന്നും വില കുറച്ച് ചോദിക്കരുത് കേട്ടോ. മാക്സിമം കുറച്ചാണ് അജോ പറയുന്നത്. ജനങ്ങൾ ഇത് കമ്പയർ ചെയ്യട്ടെ. വീഡിയോ കണ്ടിട്ട് പല വീഡിയോ 100 കണക്കിന് വീഡിയോ ചെയ്യണാണല്ലോ. ജനങ്ങൾ കമ്പയർ ചെയ്യട്ടെ. അതിലൊക്കെ ഉണ്ടാവില്ല ടിയു. ഇന്റെ അടുത്ത് മാത്രമല്ലല്ലോ ഉള്ളത്. വണ്ടിന്റെ കാര്യത്തിലൊന്നും ഒന്നും പറയാം. അതെ അതെ, കാരണം അത്രയും വില കുറച്ചിട്ട് തന്നെയാണ് ഇപ്പൊ ഈ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, 10-50 ലിറ്റർ എണ്ണ കയറൂല. അത് കയറും. എത്ര ആയാലും നിറഞ്ഞ ചിന്തോളം മതി എന്ന് പറയോളം നമ്മൾ അടിച്ചു കൊടുക്കും. അത്രേ ഉള്ളൂ. പിന്നെ അടിക്കരുത്, അത്രേ ഉള്ളൂ. 4.5 ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും 15ഉം 16 രണ്ട് വണ്ടിയുണ്ട്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ ബൊലേറോ. ഇത് ബൊലേറോയിൽ ഫുൾ ഓപ്ഷൻ ZLX പവർ പ്ലസ് എന്ന് പറയുന്ന സാധനം. പവർ പ്ലസ് അല്ലേ, മൈലേജ് കൂടിയ എഞ്ചിൻ CC കുറഞ്ഞ സാധനം. അതായത് ഇതേ ഇറങ്ങിയിട്ടുള്ളൂ, 16 ശേഷം ഈ മുതലേ ഉള്ളൂ. ഈ സൈഡ് ലേശം അടുപ്പിച്ചിട്ട്. അതെ, അത് അടുപ്പിച്ചിട്ട് വണ്ടി കണ്ടില്ല. നല്ല ഗ്രാഫിക്സും കാര്യങ്ങളും റൂഫ് റെയിലും എല്ലാ സെറ്റ് 5 ടയറും നോക്കാം നിങ്ങൾ. പുത്തൻ ടയർ ഒന്നും നോക്കണ്ട. ഗുഡിയർ JK ആണോ? JK ഗുഡിയർ. എന്തെങ്കിലും അപാകത പറയണോ? ഒന്നുമില്ല, റീപ്ലേസ് ആയിട്ട് ഒന്നും പറയണ്ട. നിങ്ങൾ ഗ്യാരണ്ടി പറഞ്ഞോളൂ ഇതിനൊക്കെ. അതെ അല്ലേ, വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് അല്ലേ. അതെ അതെ. പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്കൊരു ഫിക്സ്ഡ് പ്രൈസ് ആയിട്ട് 5,25,000 രൂപ. 16 ZLX പവർ പ്ലസ്. വെറുതെ ഒരു മുതൽ കൊടുക്കാണ് ഇതൊക്കെ. കിഡിലൻ ഇന്റീരിയർ സീറ്റ് അവരൊക്കെ വേറെ ലെവലായിട്ട്. അതെ അതെ അതെ. അപാകതയൊന്നുമില്ലല്ലോ? ഒന്നുമില്ല ജോ. ബൊലേറോ അല്ല, എന്താ അപാകത നോക്കാന്? അല്ലല്ല, അതൊന്നും ഇപ്പൊ നിലവിൽ നമ്മളെ അറിവിൽ ഒന്നുമില്ല. അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം അല്ലേ? 100 വട്ടം ഗ്യാരണ്ടി. പിന്നെ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന മാതിരി നമ്മൾ പാടിയ പാട്ട് വീണ്ടും പാടാണ്. വരുന്ന ആളുകൾ എന്ത് ചെയ്യാ? ചെക്ക് ചെയ്യുക. വർഷാപ്പ് കൊണ്ടുപോയി ചെക്ക് ചെയ്യുക. ആളെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുക. ഇനി ദൂരം പോകേണ്ടവർക്ക് ദൂരം നമ്മളെ കുട്ടികളെ വേണമെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ പകുതി പൈസ തന്ന വണ്ടി നമ്മൾ ഡെലിവറിയും കൊടുക്കും. ഓല് കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എന്തേ ബുദ്ധിമുട്ട് പറയാം, അതേമാതിരി തിരിച്ച് റബ്ബർ ചുമരന്മാർക്ക് റബ്ബർ ബന്ധം അടിച്ച മാതിരി തിരിച്ചു വന്നോട്ടെ പോലെ പൈസ തിരിച്ച് അതേമാതിരി എടുത്തും കൊടുക്കും. അതാണ് ഇതിലെ കച്ചവടം. 5,25,000 രൂപ വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ വിത്ത് ഫുൾ കവർ ഇൻഷുറൻസ്. 16 ZLX പവർ പ്ലസ് ബൊലേറോ ആണത്. ഇതാണെങ്കിലോ ഇതൊരു മാണിക്കല്ലാണ്. അതായത് ഈ സാധനം ഇപ്പൊ തെരഞ്ഞെടുത്താൽ കിട്ടൂലല്ലോ. ZDI പ്ലസ് ഏറ്റവും ടോപ്പിന്റെ സിംഗിൾ ഓണർ വണ്ടി. KL53 എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ പിന്നെ റീരജിസ്ട്രേഷൻ സോറി അല്ല, ഒറിജിനൽ കേരള. മോഡൽ 2017 ZDI പ്ലസ് 17 അല്ലേ. അതായത് ഡീസൽ ഏറ്റവും ടോപ്പ് വണ്ടി. എങ്ങനെ ഹൈലൈറ്റ് പറഞ്ഞു കൊടുക്കുക? ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധനം തെരഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 15 ലക്ഷം രൂപ ഷോറൂമിൽ ചെന്നാൽ ഈ വണ്ടി തരാമല്ലോ. അതന്നെ ഇതിന്റെ ഹൈലൈറ്റ്. അത് മാത്രമല്ല കിലോമീറ്റർ 50,000 കിലോമീറ്റർ വെറും സിംഗിൾ ഓണർ വണ്ടി. ഈ 50,000 ജനുവിനാ? ഈ പൊന്നാനന്റെ അജോജി ഇങ്ങനെ ചോദിക്കല്ല. ഇവിടുന്ന് 1.5 കിലോമീറ്റർ പോയാൽ മാരുതിന്റെ ഷോറൂം. അവിടെ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് 100 വട്ടം സാറ്റിസ്ഫൈഡ് ഉള്ള ഒരു കസ്റ്റമർ ഈ വണ്ടി എടുത്താൽ മതി. ജെനുവിൻ അല്ലാന്നുണ്ടെങ്കിൽ ഓൽക്ക് എന്ത് ചെയ്യും? ഓല് വന്ന എക്സ്പെൻസ് തിരുവനന്തപുരത്ത് തന്നാലും കാസർഗോഡ് തന്നാലും ഒരു 10,000 രൂപ ചെലവായി അത് ഞാനാണ് കൊടുക്കും ഈ വണ്ടിക്കൊക്കെ. നമ്പറാണ് കാട്ടി കൊടുത്താളി. അത്രേ ഉള്ളൂ. ഒരു റീപ്ലേസും ഇല്ലാത്ത സിംഗിൾ ഓണർ കിഡിലൻ സാധനം. ZDI പ്ലസ് 10 ലക്ഷം രൂപ ഷോറൂമിൽ ചെന്നാൽ ഇപ്പൊ ഒരു വണ്ടി ഷോറൂമിൽ കിട്ടും. ലോ കിലോമീറ്റർ 50,000 കിലോമീറ്റർ വണ്ടി. വില ഫിക്സഡ് പ്രൈസ്. എല്ലായിടത്തും 8-8 ചോദിക്കും. 7,60,000 രൂപയ്ക്ക് നമുക്ക് ഫിക്സഡ് ആയിട്ട് കൊടുക്കാം. അല്ല, ഇത് ഓടുന്ന ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ മാതിരി ഒരു മുതൽ നമ്മൾ വെറുതെ കൊടുക്കാണ്. 2 എണ്ണം തരുമോന്ന് ചോദിക്കരുത് ആരും. ജനങ്ങൾക്ക് മാക്സിമം ഒരു വണ്ടി എടുക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇപ്പൊ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. അതായത് 7,60,000 രൂപയ്ക്ക് കേരളത്തിൽ വേറെ എവിടെയും കിട്ടുമെങ്കിൽ അവിടെ പോയി എടുത്താൽ. അതെ. അല്ലെങ്കിൽ ഇവിടെ വരിക. അതെ. ഇനി ഡസ്റ്റർ ആണെങ്കിലോ? ഡസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഇത് മൈലേജിന്റെ ബഹറിന്റെ ഇത് പറയപ്പെടുന്ന സാധനമാണ്. ഇത് പറയപ്പെടുന്നത് അതായത് 85 85 ആണ്. ആൾക്കാർ 85 ഡസ്റ്റർ ഉണ്ടോ 85 ഡസ്റ്റർ ഉണ്ടോ എന്നാ ചോദിക്കല്. അപ്പൊ ഇനിയിപ്പോ 85 നമ്മൾ കൊടുക്കാൻ നല്ല ഹൈലൈറ്റ് കളർ. അതും ഡസ്റ്റർ ഇറങ്ങിയ സമയത്തുള്ള ഏറ്റവും ഹൈലൈറ്റ് കളർ അല്ലേ? ഏറ്റവും ഹൈലൈറ്റ് കളർ, ഏറ്റവും ഫുൾ ഓപ്ഷൻ. അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ RXZ 85. മോഡൽ ഏതാ? മോഡൽ 2018 മോഡലാ. 18 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. 85 വണ്ടി എന്ന് പറയുമ്പോൾ അതിന് മൈലേജ് കൂടുതൽ കിട്ടും, കംപ്ലൈന്റ് കുറയും. അതെ അങ്ങനെയാണ് പറയപ്പെടല്. അതെ. വേറെ എന്തെങ്കിലും അപാകത ഉണ്ടോ? ഒരു റീപ്ലേസും ഇല്ല. ഗ്യാരണ്ടി പറഞ്ഞങ്ങൾ കൊടുത്തോളൂ. ഇതൊക്കെ നമ്മളെ മുക്കത്തുള്ള കസ്റ്റമറെ കയ്യിൽ നിന്ന്, കോഴിക്കോട് ജില്ലയിലെ മുക്കം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ Z ഓട്ടോമാറ്റിക് ക്രിസ്റ്റമൽ മാറ്റിയെടുത്ത വണ്ടിയാണ്. ഇനി അത് സെപ്പറേറ്റ് ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഭാഗമുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയല്ലേ? അതെ. നല്ല നീറ്റ് ആട്ടോ വണ്ടി. ഒരു കുറ്റം വണ്ടി നീറ്റുമാണ്. ഡസ്റ്റർ തെരഞ്ഞു നടക്കുന്ന ഒരാളാണെങ്കിൽ വേറെ തണ്ടണ്ട നേരം കൊണ്ട് പോകുന്നു. കിലോമീറ്റർ 1,10,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഉണ്ട് അല്ലേ? പക്ക വണ്ടി. ഒരു റീപ്ലേസും വിലയോ? വില ഇതിനൊക്കെ തൊള്ളി തോന്നിയ മാതിരി ആൾക്കാർ ചോദിച്ചു. 6.5 ഒക്കെ ചോദിച്ചവരുണ്ട്. നമുക്ക് അതൊന്നും വേണ്ട. നമുക്ക് ഫിക്സ്ഡ് പ്രൈസ് 5,65,000 രൂപ. 5,65 6 ലക്ഷം രൂപ ലോണും ഞാൻ കൊടുക്കും. ആവശ്യക്കാരന് അത്യാവശ്യക്കാരനാണെങ്കിലും 6 ലക്ഷം രൂപ ലോൺ കിട്ടും. അതായത് ഈ കാണിച്ച മുഴുവൻ വണ്ടി ഫുൾ ലോണിൽ എടുത്തോണ്ട് പോകാൻ കിട്ടും. 5,65,000 രൂപയ്ക്ക് വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് ഞാൻ 18 വണ്ടിയാണ്. 18 വണ്ടി 85 RXZ വണ്ടി. ഒരു കുഴപ്പമില്ലാത്ത ക്ലീൻ വണ്ടി.
വണ്ടി ക്വാളിറ്റി ഞാൻ പറഞ്ഞില്ലേ, പിന്നെ മുക്കത്തുള്ള നമ്മളെ സുഹൃത്തുണ്ട്, മൂപ്പരാളിയന്റെ വണ്ടിയാണിത്. അപ്പൊ അവർക്ക് ഒരു ഓട്ടോമാറ്റിക് ക്രിസ്റ്റ ആണെന്ന് പറഞ്ഞപ്പോ അത് കൊടുത്തു. ഇത് നമ്മുടെ മേടിച്ചു വെച്ചു. ഇനി ഇതാണെങ്കിലോ കുറച്ചും കൂടി കിടിലൻ. ഇത് കുറച്ചും കൂടി കിടിലൻ എന്ന് പറഞ്ഞാൽ 18+19 റേസറും ഉണ്ട്. ഇത് നല്ല നീറ്റ് നല്ല നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹൈലൈറ്റ് ഉള്ള ഒരു കളറാണല്ലോ, ഒരു അട്രാക്ഷൻ വരുന്ന കളറാണ്. ഇത് RX Z 110. RX Z 110 ആണ്. 110 ആണ്. 110 ആകുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു 15 മൈലേജ് പ്രതീക്ഷ അല്ലേ? മൈലേജ് പിന്നെ എണ്ണ അടിക്കുന്നതിനനുസരിച്ചാണ് വരിക. ഇതിന്റെ മൈലേജ് ഒന്നും ഞാൻ ആരോടും പറയില്ല. ഇന്നോവന്റും ക്രിസ്റ്റന്റും ഫോർച്യൂണറും ആണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും ഇത്ര കിട്ടും. ഒരു 15 കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും. പിന്നെ 110 ആയതുകൊണ്ട് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. അതെ, ശ്രദ്ധിക്കാനൊന്നുമില്ല. ഇതൊക്കെ ഇപ്പൊ വെച്ചാൽ കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. 19 വണ്ടി വെറും 70,000 കിലോമീറ്ററിൽ ഓടിയിട്ടുള്ള ജോ. ഇന്റീരിയലും എക്സ്റ്റീരിയർ ഒക്കെ ഫുൾ ദമ്മ വണ്ടി. ഒരു കുറ്റം പറയാനില്ല, ഒന്നും പറയാനില്ല. പിന്നെ അപാകത തട്ടുമുട്ട ആക്സിഡന്റ് ഒന്നുമില്ല. ഒരു റീപ്ലേസും ഇല്ല. ഒന്നുമില്ല. സിംഗിൾ ഓണർ ഓണർഷിപ്പ് 2000. ഓക്കെ, 110 ആണ്. ഇത് നമുക്ക് എന്താ പ്രൈസ്? 110 RX അതുപോലെ തന്നെ ഈക്വൽ പ്രൈസ് 5,65,000. 5,65,000. ഇത് കുറച്ച് ചോദിക്കരുത്, വരുന്ന ആൾക്കാർ 5.5 പറഞ്ഞാലും തരൂല. ഇതൊക്കെ എന്താ അറിയോ, ലാഭത്തിനല്ല ഈ ബിസിനസ്. അപ്പൊ ആൾക്കാർ കമന്റ് അടിക്കും, അത് നോക്കണ്ട. നമ്മളെന്താ വെച്ചാൽ ചില മുതൽ വാങ്ങിയാലും 10-20 കുറച്ച് കൊടുക്കും. അതിന്റെ കാരണം എന്താ വെച്ചാൽ മറ്റേ നമ്മൾ എല്ലാത്തിലും കൂടി ലാഭം പ്രതീക്ഷിച്ചാൽ അത് വ്യാപാരം നടക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അയിമ ഒന്നുമ്പോ മതിയല്ലോ. ഞാൻ 10-20 ലാഭത്തിൽ കുറഞ്ഞോട്ടെ, ഇതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കും. ഇവരെ കെയർ ഓഫിൽ നമ്മൾ ഇവരൊരു കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ അടുത്തേക്ക് വരും. ഡസ്റ്റർ പോരാ, ഞങ്ങൾ മക്കളെ എണ്ണം കൂടിയാണ്, അപ്പൊ ക്രിസ്റ്റ ഇന്നോവേ വേണമെന്ന് അറിയാം. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാവുമല്ലോ, അപ്പൊ ഒരു വ്യാപാരം കൂടി കിട്ടും. അപ്പൊ എന്തായാലും 2018-19 വണ്ടി 110 നല്ല അടിപൊളി സാധനം നിങ്ങൾക്ക് 5,65,000 രൂപയ്ക്ക്. അതെ, ഇതിനൊക്കെ ഹൈലൈറ്റ് ഡോക്യുമെന്റ് ഉള്ള ആളാണോ 6 ലക്ഷം രൂപ ലോണാണ്. ഫുൾ ലോണാണ് കേട്ടോ. ഇതാണെങ്കിലോ ജാസ്, ഇതാണെങ്കിലും ഒരു മണിമുത്ത് രാജ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഹോണ്ട ജാസിൽ ലോ കിലോമീറ്റർ വണ്ടി. ഇത് പെട്രോൾ വണ്ടി. ഫുൾ ഓപ്ഷൻ തോന്നല്ലോ. ഫുൾ ഓപ്ഷൻ വി ആണെന്ന് തോന്നുന്നു. എന്തായാലും ഫുൾ ഓപ്ഷൻ തന്നെ പറയാം. എനിക്ക് അങ്ങനെ തോന്നുന്നത് വി ആണ്. ഫുൾ ആണ്. അതായത് ABS എയർ ബാഗും കമ്പനി സ്റ്റീരിയോയും ക്ലൈമറ്റ് കൺട്രോൾ AC ഒക്കെ വരുന്ന ഓപ്ഷൻ. മോഡൽ 2016 ആണ്. സോറി 17 വണ്ടി 50,000 കിലോമീറ്റർ ഓടി. 17-50 ഓടിയിട്ടുള്ള വി ഓപ്ഷൻ ആണ് അല്ലേ? ഏറ്റവും ഫുള്ളിന് നേരെ താഴെ എന്ന് പറയാം. പക്ഷെ ഒരുവിധം സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇതൊന്നും എന്താ പറയുക, സ്റ്റാർട്ടിംഗിൽ ഇട്ടാണ്ടോ ഈ വണ്ടി സ്റ്റാർട്ടിംഗിൽ ഇട്ടാ വരെ അതിന്റെ വർക്കിംഗ് അറിയില്ല. അത് ഹോണ്ടന്റെ ഒരു പ്രത്യേകത. നല്ല സൈലന്റ് എഞ്ചിനാണ്. ഇതൊക്കെ പറയില്ലേ, എക്സ്ചേഞ്ച് വണ്ടി, സിംഗിൾ യൂസ് വണ്ടിയാണ്. ഇതൊക്കെ ഒരു ഷോറൂമിൽ നിന്ന് ഒരു വണ്ടി പുതിയത് ഇറക്കുന്ന ഒരേ കണ്ടീഷനിലാണ് ഇപ്പൊ ഈ വണ്ടി നിൽക്കുന്നത്. അപാകതകളായിട്ടൊന്നും ഒരു റീപ്ലേസും ഇല്ല, ഗ്യാരണ്ടി കൊടുക്കാം നമുക്ക്. അതെ അല്ലേ? ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇതെല്ലാവരും 5 രൂപ ചോദിച്ചു ഇതിന്. 17 വണ്ടി എല്ലായിടത്തും 5 രൂപയാണ്. പക്ഷെ നമുക്ക് ഒരു ഫിക്സഡ് പ്രൈസ് 4,15,000 രൂപ. 4,5 ഞാൻ കൊടുക്കും. ഇതിന്റെ കിലോമീറ്റർ ആണ് നമ്മൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിക്കണോ. വണ്ടിന്റെ നമ്പർ കണ്ടോളി, കിലോമീറ്റർ, സിംഗിൾ ഓണർ, 0 ക്ലെയിം. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. 4,15,000 രൂപ. അതൊക്കെ നല്ല വിലക്കുറവാണ്. ജനങ്ങൾ നോക്കട്ടെ. ഇപ്പൊ ഞാനും വെറുതെ ഇങ്ങനെ വാഗചൊക്കെ അടിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾ ഇത് കമ്പയർ ചെയ്യട്ടെ, പല വീഡിയോയും കണ്ടിട്ട് കമ്പയർ ചെയ്യട്ടെ. ഇതിനകത്ത് വേറെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ, ഞാൻ ഈ വില കേൾക്കുമ്പോൾ ഞെട്ടുണ്ടല്ലോ, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിക്കും. ഒരുപാട് വീഡിയോ ചെയ്തിട്ട് പല വിലകളും അതൊക്കെ എന്താ നിങ്ങൾ സ്വന്തം ബാപ്പനെ തച്ച് റോട്ടിൽ ഇറങ്ങിയാൽ 2 അഭിപ്രായക്കാരാ. തല്ല് ബാപ്പക്ക് കിട്ടേണ്ടതേനെന്ന് പറയും. ഒരു കൂട്ടർ എന്തിനോണ്ടോ ബാപ്പനെ തച്ച് എന്നൊക്കെ ചോദിക്കും. അതൊന്നും ഇപ്പൊ നമ്മൾ ഇതിൽ നോക്കണ്ട. നമ്മളെ പണി നടത്തുക. അതിൽ മാക്സിമം ആളുകൾ വരിക, നമ്മളായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ ഒരുപാട് വണ്ടികൾ, നമുക്ക് ഇതൊക്കെ ഒരു ബന്ധങ്ങളാണല്ലോ. ഇപ്പൊ പഠിച്ചോന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് തൊട്ട് കാസർഗോഡ് വരെ പോയി. എനിക്ക് അവിടെയൊക്കെ വിളിക്കാൻ ബന്ധപ്പെട്ട ആളുകളുണ്ട്. എന്റെ കയ്യിൽ നിന്ന് വണ്ടി കൊണ്ടോ എന്റെ കസ്റ്റമേഴ്സ്. അതാണ് നമുക്ക് വലിയൊരു നിയമത്ത്. എവിടെ ചെന്നാലും ഞാൻ വണ്ടിക്കൂലിക്കോ അല്ലെങ്കിൽ റൂം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ട് വന്റെ 100 വീട്ടിൽ പോരുന്ന അറിയും. പല അനുഭവങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ കാസർഗോഡ് പോയി നിന്നതാണ്, ആലപ്പുഴ പോയി നിന്നതാണ്. ഇതൊക്കെ നമ്മളെ കസ്റ്റമേഴ്സ് അവിടെ ഉണ്ട്. നമുക്ക് വിളിക്കുമ്പോൾ പോലും റൂം എടുക്കാൻ അയക്കൂല. ഓരോ വീട്ടിൽ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അതാണ്. അപ്പൊ എന്തായാലും 2017 ജാസ് വി ഓപ്ഷൻ 50,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ വണ്ടി വെറും 4,15,000 രൂപ. അതെ. അതുപോലെ തന്നെ വില കുറച്ച് തരാൻ പറ്റുന്ന ഒരു വണ്ടി സെലേറിയോ. അതെ, മാരുതിന്റെ ഒരു സെലേറിയോ മോഡൽ. ഏതാ? മാരുതിന്റെ 15-16 വണ്ടി. 15 മോഡൽ 16 രജിസ്ട്രേഷൻ ഉള്ള നീറ്റ് വണ്ടി കേട്ടോ. നീറ്റ് വണ്ടി 15-16 കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ നിന്ന് എടുത്താൽ നമ്മൾ നടുവണ്ണൂർ. അതെ, VXI ആണ്. കാര്യമായ പ്രശ്നങ്ങളൊന്നും പറയാനില്ല. ഇല്ലല്ല, ഒന്നും പറയാനില്ല. പിന്നെ ഇപ്പൊ ഇതൊക്കെ കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്ന വണ്ടിയാ. 1-2 പോറലൊക്കെ കണ്ണേർ പറ്റണേനോ 1-2 സ്ക്രാച്ച് ഒക്കെ സ്വാഭാവികമാണല്ലോ. പിന്നെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഇന്നോവകളൊക്കെ എന്ത് ചെയ്യും, എന്ത് സ്ക്രാച്ച് ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, മേക്കപ്പ് ചെയ്ത് കൺമശി ഇട്ടിട്ട് ഇവിടെ കൊടുക്കുള്ളൂ. ഇതങ്ങനെയല്ല. ഇതൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിന്റെ ഇന്ന് എടുത്തു വെച്ച അതേ കണ്ടീഷനിലാണ്. VXI ആണ്. പിന്നെ കിലോമീറ്റർ 110 പ്രോപ്പർ സർവീസ് ഉണ്ട്. പിന്നെ മാരുതിയാണ്, പെട്രോൾ ആണ്, വലിയ കുഴപ്പമൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. വില 3.5 രൂപയാണ് ഇതിന്. എമ്മിന്റെ ട്രൂ വാലിയിലൊക്കെ വില. എം മോട്ടോഴ്സിന്റെ ട്രൂ വാലിയിലൊക്കെ 3.5 ലക്ഷം രൂപ ഒരു സെലീറിയൊക്കെ പറയണേ. നമുക്കൊരു ഫിക്സ്ഡ് പ്രൈസ് 2,60,000 രൂപ. 2,60,000 2015-16 VXI സെലീറി നമ്മൾ കൊടുക്കും. 100 വട്ടം ഗ്യാരണ്ടി. 100 വട്ടം.
പറഞ്ഞാണ് അതിനൊന്നും മാറ്റല്ല. നമ്മളിപ്പോ ഒരു വണ്ടി ചെക്ക് ചെയ്തിട്ടല്ല എടുക്കുക. പിന്നെ ഇപ്പൊ ഈ കിലോമീറ്റർ ഒക്കെ എന്താ നമ്മൾ അത് റസൂലും കഴിഞ്ഞാൽ ഈ പറയുന്ന കസ്റ്റമർ നമ്മൾ വിശ്വസിക്കാനേ ഇപ്പൊ ഇതിൽ പറ്റുള്ളൂ. ഇവര് നമ്മൾ പറയുന്നത് നമ്മൾ പുതിയത് എടുത്ത വണ്ടിയാണ്. ഈ ഇപ്പൊ പറഞ്ഞ പല വണ്ടികളും നമ്മൾ പുതിയ എടുത്തതാണ്, ഇത്രയാണ് ഇതിന്റെ സർവീസ് നമ്മളോട് പറയുന്നു. നമ്മൾ ഒരാളെ വിശ്വസിക്കാനല്ലേ ഇപ്പൊ ഇതിലൊക്കെ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അടിപൊളി ഒരു വെന്റോ ഒരു ചായക്കായ്ക്ക് ഒരു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വെന്റോ ഹൈലൈന് അടിപൊളി. അതായത് പിന്നെ DSG ഓട്ടോമാറ്റിക്, അതായത് നമ്മുടെ ബെൻസിലും BM-ലൊക്കെ വരുന്ന ഓട്ടോമാറ്റിക്. അതെ, വണ്ടിക്ക് ചാട്ടോ കുത്തോ പിന്നെ ഉന്തലോ തള്ളലോ ഒന്നും ഉണ്ടാവില്ല. ഗിയർ അങ്ങനെ പാർക്കിംഗ് അടിയിലിട്ട് അങ്ങനെ പോകാം. അത് മാത്രമല്ല ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ്, ഹൈലൈൻ ആണ്. അതിന്റെ ആ ഒരു ഇതൊക്കെ കണ്ടില്ല നിങ്ങള്, സ്റ്റിയറിംഗും സാധനങ്ങളൊക്കെ ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്നതാണ്. നല്ല അടിപൊളി ഇന്റീരിയർ, മോശമൊന്നുമില്ല. പിന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ? ഉണ്ട്. ഹൈലൈൻ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ മേലൊരു ലൈന് വേറെ ഇല്ലല്ലോ. ഇത് ഓടിയത് എത്രയാണ്? ഓടിയത് 140 ഓടിയിട്ടുണ്ട്. ഇതും ഇപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി കോഴിക്കോട് ജില്ലയിൽ നമ്മളെ പയ്യോളിയിലുള്ള ഒരു കസ്റ്റമർ കയ്യിൽ നിന്ന് എക്സ്ചേഞ്ച് ഓണർഷിപ്പ് സെക്കൻഡ് അല്ലേ? മാക്സിമം സിംഗിൾ സെക്കൻഡ് തന്നെ അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഈ മോഡൽ കുറഞ്ഞ വണ്ടികളിലൊന്നും ഇപ്പൊ നമ്മളെന്താ പറയുക, ഓണർഷിപ്പിൽ നോക്കിയിട്ട് കാര്യമില്ല. മതമേതായാലും മനുഷ്യനോ നന്നായാൽ മതി എന്നുള്ള ചെല്ല് പോലെയാണ്. അല്ല, ഓണർഷിപ്പിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ 2 3 വണ്ടി ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിപ്പോ പിന്നെ 2014 വണ്ടി ഹൈലൈൻ പ്ലസ് ഓട്ടോമാറ്റിക്, ഫിക്സ്ഡ് പ്രൈസ്, ഒറ്റ വില, കുറച്ച് ചോദിക്കരുത്, കൊടുക്കാൻ വേണ്ടിട്ടാ പറയണേ. അല്ലാണ്ട് തോപ്പിക്കണ്ടി അടുത്ത വീഡിയോയിൽ നമ്മൾ ഇത് ഇടരുത് കഴിച്ചണത്തോട് കൂടിയിട്ട്. 3,50,000 രൂപ 3.5 ലക്ഷം രൂപയ്ക്ക് മോലെ ഞാൻ കൊടുക്കും. ഇത് കിലോമീറ്റർ കുറച്ച് ഓടിയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്ത് പ്രശ്നം ഒന്നാ വരുന്ന ആൾക്കാർ ഇതാ വോക്സ് വാഗന്റെ ഷോറൂമിലോ വർക്ക്ഷോപ്പിലോ ഒക്കെ കൊണ്ടുപോയി നോക്കിച്ചോട്ടെ. പിന്നെന്താരോ യാതൊരു ഗ്യാരണ്ടി വാറണ്ടി നമ്മളൊരു വണ്ടിക്കും കൊടുക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ സാധനം എന്നല്ല, ഇതൊക്കെ എനിക്കൊരു ഗ്യാരണ്ടി ഇല്ലല്ലോ. എനിക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി ഇല്ല. ഇപ്പൊ അല്ലാണ്ട് തോപ്പിക്കലോ ഞാൻ ഇപ്പൊ വീഡിയോ ചെയ്യുന്നുണ്ട്, നാളെ എന്താ സ്ഥിതി നമുക്ക് പറയാൻ പറ്റില്ല. വരുന്ന ആളുകൾ എന്ത് ചെയ്യാ, വണ്ടികൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്ന പല ആളുകളും കഷ്ടപ്പെട്ടാണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, മീൻ കച്ചവടക്കാരനും ആക്രി കടക്കാരനും ഫ്രൂട്ട്സ് കടക്കാരനും ജ്വല്ലറിക്കാരനും ഗൾഫുകാരനും എല്ലാവരും നമ്മളെ വണ്ടി എടുക്കണം. നമുക്ക് എല്ലാവരും ഒരേ കണ്ണിലേ കാണാൻ പറ്റുള്ളൂ. ഒക്കെ ഇങ്ങോട്ട് വന്ന എന്റെ കസ്റ്റമേഴ്സാ. അപ്പൊ എന്താ ചെയ്യാ, എല്ലാ ആളുകളും കഷ്ടപ്പാട് നമുക്ക് അറിയാം. നമ്മളും പല ഭാഗത്തും പോയി കഷ്ടപ്പെടണ. അപ്പൊ വരുന്ന ആളുകൾ എന്താ ചെയ്യാ, ഞാൻ അങ്ങനെ ചെക്ക് ചെയ്യാ, ഉറപ്പ് വരുന്നത് ഏത് വണ്ടി ആയാലും. പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷമാണ് തജോ. ആരായാലും പൈസയാണല്ലോ, വേർപ്പിന്റെ അധ്വാനത്തിന്റെ വേർപ്പിന്റെ ഇതില്ലാതെ ആർക്കും ഒരു ഉറുപ്പി നാട്ടിൽ കിട്ടൂല. അത് മാത്രമല്ല, പിന്നെ നമ്മളൊരു അതെ ഇല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില ആളുകൾ ഇങ്ങനെ കമന്റും അതും ഇതൊക്കെ ഉണ്ടാവും. ഒന്നും നമ്മൾ നോക്കണ്ട. അപ്പൊ എന്തായാലും 14 വെന്റോ DSG ഓട്ടോമാറ്റിക് ഡീസൽ 140 ഓടിയിട്ട് നിങ്ങൾക്ക് 3,50,000 രൂപ കിട്ടും. ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇത് പൈസ. അതെ ഇത് ചില്ലറ പൈസ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരു കടലമുട്ടായിന്റെ പൈസ ഇതിനുള്ളൂ. കടലമുട്ടായിന്റെ പൈസ അത്രേ ഉള്ളൂ. കടലമുട്ടായിന്റെ പൈസ ആയിരിക്കണേ. വണ്ടി അത്യാവശ്യം മോശമൊന്നുമില്ല കേട്ടോ. 2006 ലാൻസർ, മിസ്തുബിഷി ലാൻസർ. നമ്മൾ ഗൾഫിലൊക്കെ ചെല്ലുമ്പോഴാ മിസ്തുബിഷിന്റെ ലാൻസറിന്റെ വില അറിയുന്നത്. ഇവിടെ ഒരു വില ഇപ്പൊ ഇതിനാരും പറയില്ല. അത് ഡീസല്. അന്നത്തെ ഇതിൽ പിന്നെ ഫുൾ ഓപ്ഷനേ ഉള്ളൂ. GLX D എന്ന് പറഞ്ഞ ഓർമ്മ ശരിയാണെങ്കിൽ അന്നത്തെ ഫുൾ ഓപ്ഷൻ തന്നെയാണ്. 2006 വണ്ടിയല്ലേ. പിന്നെ അതായത് AC പവർ സ്റ്റിയറിംഗ്, ഫോർവേഡ് പവറിന്റെ സെൻട്രൽ ലോക്ക് എല്ലാ സാധനവും. അതെ സെൻട്രൽ ലോക്ക്, പിന്നെ അതെ എല്ലാ സാധനവും. അതായത് ലാൻസർ മിസ്തുബിഷിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. ഓലയിൽ ഇപ്പൊ LXi VXi LDI പിന്നെ അങ്ങനെ ഓപ്ഷൻ ഒന്നും ഇല്ല. അതായത് ഓല് മിസ്തുബിഷി ഒക്കെ ഇറക്കിയ ഒരുവിധം വണ്ടികളൊക്കെ ഫുൾ ഓപ്ഷനിലേ ഇറക്കിയിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ. മേജർ പ്രശ്നമൊന്നുമില്ലോ. എന്ത് മേജറും ഇല്ല മൈനറും ഇല്ല. കാസർഗോഡ് നമ്മളൊരു റസാക്കിച്ച ഇച്ച തന്ന വണ്ടിയാണ്. ഇച്ച നമ്മളൊരു ഇന്നോവ എക്സ്ചേഞ്ച് ചെയ്തെടുത്താണ്. ഇൻഷുറൻസ് ഇല്ല. നമ്മൾ പുതിയ ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവില്ല. ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കും. വണ്ടി ഓടിക്കാനുള്ള എല്ലാം കാസർഗോഡ് നിന്ന് ഇപ്പോൾ ഓടി വന്നാണല്ലോ എന്തായാലും. ഇന്നലെ ഓടി എത്തിയിട്ടുള്ളൂ ഇവിടെ. ഇതിപ്പോ ശരിക്കും മോഡൽ 2006 26 വരെ എല്ലാ പേപ്പറും വാലിഡ്. അപ്പൊ എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽ കിലോമീറ്റർ ഒന്നും പറയുന്നില്ല. കിലോമീറ്റർ ഒക്കെ 2006 നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്ത് വിലക്ക് കൊടുക്കുക. ഇത് ഫിക്സ്ഡ് പ്രൈസ്, കുറച്ച് ചോദിച്ചരുത്. 45,000 രൂപ ഒറ്റ വില. 45,000 രൂപ. ഇതൊന്നും എന്താ പറയുക, ഇതിന്റെ ഒന്നും ഒരു ഗ്യാരണ്ടി വാറണ്ടി ഞാൻ പറയൂല. കാസർഗോഡ് നമ്മൾ റിച്ച ഓട്ടി വന്നു, അതേ കണ്ടീഷനിൽ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുകയാണ്. ഇന്നോവ ഞാൻ എക്സ്ചേഞ്ച് ചെയ്തെടുത്തതാണ്. ഒന്നുമില്ല, ഈ കണ്ട മുതൽ എത്ര എളുപ്പത്തിലൊക്കെ പറയാനുള്ളൂ. 45 രൂപയ്ക്ക് ഒരു ലാൻസർ, അത്രേ ഉള്ളൂ. ലോൺ കിട്ടൂലേ. ഇനി ഇതാണെങ്കിലോ വെന്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ ഒരു ഡോക്ടർ റാപ്പിഡ് സ്കോഡ റാപ്പിഡ്, പിന്നെ എന്താ സ്റ്റൈലോ എന്താ ഇതിന്റെ ഒരു ഓപ്ഷൻ ആണ്. സാധനം ടോപ്പന്റെ എന്തായാലും 17 ലക്ഷം രൂപ ഷോറൂമിൽ വിലയുള്ള മുതലാത്. അതായത് ഇതിന്റെ ഡെലിവറി പറഞ്ഞാൽ 3/2/2021 വണ്ടി. അതെ 20 മോഡൽ 21 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. അതെ അല്ലേ. വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ പീസ്. ഇതിന്റെ ഉള്ളിലേക്കാണ് കയറിയിരുന്നാൽ തന്നെ ആ പുതുമ മണപ്പോഴും വിട്ടില്ല. ഒരു മണം ഉണ്ടാവുമല്ലോ, ഒരു പുത്തൻ മണം. ഗൾഫാര് വരുന്ന ഒരു മണാണ് ഇതിന്റെ ഉള്ളിക്കാണ്ട് ഇരുന്നപ്പോഴും. അതെ അല്ലേ. വണ്ടി അത്യാവശ്യം എന്താ പറയണ്ടേ, എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട്. ഇപ്പൊ ആലോചിക്കണ്ടല്ലോ, 10-16 ലക്ഷം റുപ്യ വിലയുള്ള വണ്ടിന്റെ ഫീച്ചേഴ്സ് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ ഭാഗവും ABS-ഉം എയർ ബാഗും അലൈവീലും ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്യാമറയും ഒന്നും പറയേണ്ട ആവശ്യത്തിനില്ല. സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്.
ടച്ച് സ്ക്രീൻ അതെ അതെ അതൊക്കെ ചെയ്തിട്ടുണ്ട് ആ പെട്രോൾ 1 ലിറ്റർ പെട്രോൾ 1 ലിറ്റർ പെട്രോൾ മോശമല്ലാണ്ട് മൈലേജ് കിട്ടും അല്ലേ? മൈലേജിന്റെ എനിക്കറിയില്ല. ഇപ്പൊ എന്തായാലും വരുന്നവൻ അരട്ടേങ്ക എണ്ണ അതിലുണ്ട്. ബാക്കി ഞാൻ ഫുള്ള് ടോപ്പ് അപ്പ് ആക്കിയിട്ട് ഞാൻ കൊടുക്കും. ഇപ്പൊ അരട്ടേങ്ക എണ്ണ കറക്റ്റ് സൂചി പകുതിയിൽ നിൽക്കുന്നുണ്ട്. അതായത് ഈ 1 ലിറ്റർ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അതെ അതെ. പിന്നെ ഇത് നമുക്ക് 21 വണ്ടി എന്തോ 21 വണ്ടി ഇതിന്റെ ഷോറൂമിലെ വില 17 ലക്ഷം റുപ്യ പുതിയ വില. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 50,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ഗ്യാരണ്ടി അല്ല ഇതൊക്കെ പറയുന്നത്. പിന്നെ ഡോക്ടറിനോട് നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ നമ്പർ ഞാൻ തരും, നിങ്ങൾ ഡോക്ടർ അടുത്തേക്ക് പോകുക. അത്ര എനിക്കിപ്പോ ഇതിൽ പറയാനുള്ളൂ. പാലക്കാട്ടുകാരന് KL 51 അല്ല KL 9 എന്താ വില? 17 ലക്ഷം റുപ്യ വില ഉള്ള വണ്ടി 10 ലക്ഷം റുപ്യ ഡിസ്കൗണ്ട്, 7 ലക്ഷം റുപ്യക്ക് വണ്ടി കൊടുക്കുക. ശരിക്കും 100 എണ്ണം കൊടുക്കും. അടിപൊളി കേട്ടോ. അതായത് വെറും 7 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 2021 വെൻഡോ അല്ല സോറി നമ്മുടെ റാപ്പിഡ് 1 ലിറ്റർ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ അങ്ങനെ എന്തോ ആണ് ഇതിന്റെ. എന്തായാലും നിങ്ങൾ ഇത് മിസ് ചെയ്യരുത്. പിന്നെ ലോണൊക്കെ വേണ്ട ആൾക്കാർക്ക് എന്റെ കാഴ്ചയിൽ 10 ലക്ഷം റുപ്യ ലോൺ തന്നെ കിട്ടും. മേലെ കിട്ടും, 10ന്റെ മേലെയും കിട്ടും. അതെ അതെ അതെ. അതെന്നാലും നോക്കിക്കോളൂ. 7 ലക്ഷം രൂപയ്ക്ക്. ഇനി ഇതാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് എടുത്ത മുതലാത്. കൊല്ലത്തുനിന്ന് നമ്മളൊരു ഉസ്താദ് വന്നു, ഉസ്താദിന് ക്രിസ്റ്റ കൊടുത്തു. അതെ അല്ലേ? അതായത് മോഡല് 2012 സെക്കൻഡ് ഓണർ വണ്ടി. ഉസ്താദ് സെക്കൻഡ് ഓണർ ആണ്. അയാൾ അന്ന് എടുക്കണം 20,000 കിലോമീറ്റർ ആണ്. ഇപ്പൊ 1.20 അയക്കണം. ആ 1 ലക്ഷം കിലോമീറ്റർ നമ്മളെ ബാക്കപ്പ് ഓടിയതാ. വണ്ടി അത്യാവശ്യം നല്ല വണ്ടി നീറ്റല്ല. അതിന്റെ സീറ്റും ആൻഡ്രോയിഡ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. സീറ്റൊക്കെ നോക്കിയാൽ ഒരു പുളകം കൊള്ളണ ജാതിയാണത്. സീറ്റൊക്കെ ഇന്നോവയിൽ വരെ എത്ര ഗെറ്റപ്പിൽ ഒരു സീറ്റ് നമുക്ക് ഇടണില്ല ഇപ്പൊ ആൾക്കാർ. വേറെ കേസ് ഉണ്ട്. നല്ല വെയിലത്താണെങ്കിൽ നല്ലോണം പുളകം കൊള്ളാം. അതെ അതെ അതെ. ഇത് 12 മോഡൽ 1.20 ഓടി ഒറിജിനൽ കേരള. ഒരു റീപ്ലേസും ഇല്ല, ഗ്യാരണ്ടി ആണ്. ഇത് നമ്മൾ 4 റുപ്യാണ് എല്ലായിടത്തും വില. 3,60,000 റുപ്യ ഒറ്റ വില. 360 ഒറ്റ വില. ഒരു 100 റുപ്യ കുറച്ച് ചോദിക്കരുത്. ഇതൊക്കെ മുതൽ കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളിപ്പോ ഈ വില പറയുന്നത്. നടക്കാൻ വേണ്ടി അതെ. കൊടുക്കാന്ന് പറഞ്ഞാൽ രണ്ടും അങ്ങനെ ഒരേ കാറ്റഗറിയിൽ പറയാലോ. അപ്പൊ എന്തായാലും 3,60,000 രൂപയ്ക്ക് 12 മോഡൽ ഒറിജിനൽ കേരള ടൈപ്പ് അല്ല, അതായത് പ്ലാറ്റിനത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ നിങ്ങൾ മിസ് ചെയ്തിട്ട് നോക്കിക്കോളൂ. അപ്പൊ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി. അതെ, ഇത് എക്സ്ചേഞ്ചിൽ നമ്മളെ ചെറിയ ഒരു ലാസ്റ്റ് വണ്ടി 2000. വേറൊരു കേസ് പറയട്ടെ, നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഇത്രയും വണ്ടി കാണിച്ചില്ല. അപ്പട്ടം മുതൽ ഇപ്പട്ടം വരെ നമ്മൾ വണ്ടി കാണിച്ചു. ഒറ്റ ഷോട്ടാ, ഒറ്റ പാട്ടം നമ്മൾ കട്ട് ഓൾമോസ്റ്റ് ഒരു 10-25 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ഷോട്ട് വന്നത്. ഇതിപ്പോ ഏതാ മോഡൽ? ഇത് 2014 സ്വിഫ്റ്റ് VDI. 14 VDI. അതായത് ഡീസലാണ് മിഡിൽ ഓപ്ഷൻ. അതെ മിഡിൽ ഓപ്ഷൻ. VDI എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ്. അതെ 2014 അപേക്ഷിച്ച് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 1,70,000 കിലോമീറ്റർ അതിലുണ്ട്. നമ്മളെ പിന്നെ വളാഞ്ചേരി എടപ്പാളുള്ള ഒരു കസ്റ്റമർക്ക് നമ്മൾ ഇന്നോവ കൊടുത്തു. നമ്മളൊരു പ്രവാസിയായിരുന്നു. അത് എന്നോടാണ് പ്രത്യേകം പറയേണ്ടത്. ഒരു കൊല്ലങ്ങളായിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നോട് പറഞ്ഞു, നോർക്ക റോഡ് മാസ്റ്ററിന്റെ ഏത് വീഡിയോ വന്നാലും ആദ്യം കാണുന്ന ആള് ഞാനാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ വിലയൊന്നും നോക്കിയില്ല. മൂപ്പർക്ക് കൊടുത്തൊരു മനസ്സ് അങ്ങനെ പറയുമ്പോൾ ഇജൊക്കെ വെറുതെ കൊടുക്കണ ഒരു വണ്ടി അങ്ങനെ ഉണ്ടല്ലോ. വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ കൊല്ലങ്ങളായിട്ട് നിങ്ങളെ വീഡിയോ കണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് എനിക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരും. ഞാൻ ഫസ്റ്റ് നിങ്ങളെ റോഡ് മാസ്റ്ററിന്റെ വീഡിയോ കഴിഞ്ഞാൽ ഫസ്റ്റ് റെഡ് ബെല്ലിനെ ഞാനാണ് ആദ്യം കാണല്. അങ്ങനത്തെ ഒരാളോട് ഞാൻ പിന്നെ വില ബാർഗൈൻ ചെയ്യാൻ നിന്നിട്ടില്ല. ഞാനൊരു ഇന്നോവ കൊടുത്തു മൂപ്പർക്ക്. ഇതിപ്പോ 14 ഇത് എല്ലാവരും ഇതിന് 3.25 4 ചോദിച്ചു. എല്ലാ ഡീലർമാരും എടുത്തു. അങ്ങനെയാണ് എന്റെ കാഴ്ചപ്പാട് കേട്ടോ. എനിക്ക് പിന്നെ പറഞ്ഞില്ല വല്ലാത്തൊരു ഇൽമ ഈ ചെറുവണ്ടിയിൽ ഇപ്പൊ ഇല്ല. നമ്മൾ വെറും ടയോട്ട ആയതുകൊണ്ട്. എന്നാലും എന്റെ അറിവ് വെച്ചാണ് ഞാൻ പറയാം, നമുക്ക് 3,15,000 റുപ്യ 3.15 ഞാൻ ഈ വണ്ടിയാണ് കൊടുക്കും. 14 VDI ഓടിയത് 1.70. അതൊക്കെ ഏകദേശം ജെനുവിൻ ആവും. അതൊക്കെ നമ്മളോട് കസ്റ്റമർ പറഞ്ഞു. അപ്പൊ ജെനുവിൻ ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിപ്പോ ഈ പറയുന്നത്. 2014 10 കൊല്ലം ഓടിയില്ലേ, കുഴപ്പമൊന്നുമില്ല. ആവറേജ് ഒരു കൊല്ലം ഒരു 10-12,000 കിലോമീറ്റർ. അതിപ്പോ എല്ലാവരും ഓടൂലേ. സർവീസ് പക്കയാണ്. വണ്ടി ഓടിച്ചാണ്ടല്ലോ പക്കയാണ്. ഞാൻ ഈ വണ്ടി പന്തന്റെ അടുത്ത് തിരങ്ങാടി ആർടി ഓഫീസിൽ ഒന്ന് പോയതാ. വണ്ടി മെക്കാനിക്കൽ പക്കയാണ്. നമ്മളിപ്പോ 20 കിലോമീറ്റർ 15 20 40 കിലോമീറ്റർ നമ്മൾ ഓട്ടുമ്പോൾ തന്നെ വണ്ടിന്റെ കണ്ടീഷൻ നമുക്ക് മനസ്സിലാവുമല്ലോ. നിലവിൽ വണ്ടി ഒരു കംപ്ലൈന്റും ഇല്ല. 3.15 അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളുക. ഇത്രയും വണ്ടികൾ ഇപ്പൊ നമ്മൾ ഈ ഒറ്റ വീഡിയോയിൽ ഒറ്റ ഷോട്ടിൽ കാണിച്ചു തന്നു. ആർക്കെങ്കിലും നല്ല വണ്ടികൾ വേണമെങ്കിൽ ഈ ഒരു അവസരം നിങ്ങൾ കളയരുത്. ഈ ഒരു അവസരം കളഞ്ഞാൽ ഇനി കിട്ടൂല. ഒറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, നിങ്ങൾ മാക്സിമം വില കുറച്ച് നല്ല വണ്ടി നമ്മുടെ ആൾക്കാർ കൊടുക്കുക. അത് അങ്ങനെ കൊടുക്കണല്ലോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഈ ഓഫർ ഇപ്പൊ നമ്മൾ ഈ ഡിസ്കൗണ്ട് ഓഫർ ഒരു 10 ദിവസം കൂടി ജനുവരി 10 വരെ നീട്ടാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മളെ റോഡ് മാസ്റ്ററിന്റെ കസ്റ്റമേഴ്സിന് നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കുക. അപ്പൊ പറഞ്ഞില്ല, ഈ വണ്ടി ഒറ്റ ഒന്നും ഞാൻ പറഞ്ഞില്ല നമ്മൾ വില കൊടുത്ത് വാങ്ങിയ വണ്ടിയില്ല. ഒക്കെ എക്സ്ചേഞ്ചിനും പിന്നെ ഇതുമായിട്ട് വന്ന വണ്ടികളാണ്. അപ്പൊ ആളുകൾക്ക് എന്താ ചെയ്യാ, ഇപ്പൊ നമ്മളെടുത്ത് എത്തുമ്പോൾ എന്താ ഈ കച്ചവടക്കാരെ വണ്ടിയായി എന്ന് പറയും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഈ വണ്ടിയൊക്കെ വാങ്ങിയ കസ്റ്റമേഴ്സിന്റെ അടുത്ത് അഗ്രിമെന്റ് ഉണ്ടാവുമല്ലോ. എല്ലാവരും നമ്പർ ഞാൻ കൊടുക്കും. പോലെ എല്ലാ ഡീറ്റെയിലും വിളിച്ച് ചോദിച്ചിട്ട് ഉറപ്പ് വരുത്തിയിട്ട് വണ്ടി കൊണ്ടുപോയിക്കോട്ടെ കേട്ടോ. പിന്നെ ഇതിലുള്ള ഒരു ഹൈലൈറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഈ വണ്ടിക്കൊക്കെ ലോണിന് പിന്നെ അത്യാവശ്യമുള്ള ആളുകൾ
നാളെ തന്നെ വീഡിയോ കണ്ടാൽ ഉടനെ പോകുന്നോളൂ. ഈ കൊല്ലത്തിൽ തന്നെ നമുക്ക് ലോൺ പാസ്സാക്കി തരാം. 4 വർക്കിംഗ് ഡേയ്സും കൂടി ഉള്ളൂ ഇയർ എൻഡിന്. അപ്പൊ ഈ വർക്കിംഗ് ഡേയ്സിൽ തന്നെ ഈ 31-ാം തീയതി ആകുമ്പോൾ ലോൺ നമ്മൾ അപ്രൂവൽ ആക്കി കൊടുക്കും. അടിപൊളി. അപ്പൊ എന്തായാലും നിങ്ങൾ ഇത് മിസ് ചെയ്യണ്ട. കാരണം ഇപ്പൊ എന്താ നമ്മുടെ ബാങ്കിന്റെ സ്റ്റാഫ് ഇപ്പോൾ കാലത്ത് തന്നെ ഇവിടെ വന്ന് കുത്തിരിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, പേപ്പർ ഡോക്യുമെന്റ് 1, 2, 3 വാങ്ങുന്ന വലത്തെ കൈകൊണ്ട് വാങ്ങിയിട്ട് ഇടത്തെ കൈകൊണ്ട് സൈൻ ചെയ്തിട്ട് പിറ്റേന്നവർക്ക് വണ്ടി കൊണ്ടുപോകും അല്ലേ? അപ്പൊ എങ്ങനെയാണ് നമ്മുടെ റെഡ് ബെല്ലിലെ ഈ ഒരു എപ്പിസോഡിൽ കാണിച്ച വണ്ടികളൊക്കെ നല്ല കിടിലം വണ്ടികൾ, നിങ്ങൾക്ക് മാക്സിമം ഓഫറിൽ തരാൻ പറ്റുന്ന വണ്ടികളാണ് ഇയർ എൻഡിങ് ഓഫർ. അതെ അതെ, ഇയർ എൻഡിങ് വിത്ത് ന്യൂ ഇയർ, അത് രണ്ടും കൂടി നമ്മൾ പറയണം. അതെ, ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു തരും നിങ്ങൾ ഈ ജനുവരി 10-നുള്ളിൽ എടുക്കുകയാണെങ്കിൽ. എന്തായാലും ഒരുപാട് വണ്ടികൾ കാണിച്ചു, നല്ല പൊരിഞ്ഞ വെയിലാണ് അല്ലേ? അതെ അതെ, വെയിൽ എന്ന് പറഞ്ഞാൽ ഗൾഫിലെ വെയിലപ്പത്. അതെ, ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്ത നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം പറയാണ്, 4 നമ്പർ നമ്മൾ വാട്സപ്പ് ഇതിൽ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിലൊക്കെ കാറ്റലോഗ് ഉണ്ട്. പിന്നെ വിളിച്ചാൽ ചിലപ്പോൾ എന്താവും തിരക്കാകുമ്പോൾ നമ്മളൊരു കസ്റ്റമേഴ്സിനോട് ഡീൽ ചെയ്യുമ്പോൾ പല ആളുകൾക്കും പരാതിന്റെ ഒരു ഫോം വിളിച്ചാൽ എടുക്കൂല എന്നുള്ളത്. അപ്പൊ ഒന്നും വിചാരിക്കരുത്, നമ്മൾ തിരക്കൊണ്ടാണ്. ഈ മക്കൾ ഇപ്പം എന്താ പറയുക, ഒരു കസ്റ്റമർ എന്നാൽ തന്നെ മിനിമം 1 മണിക്കൂറോ 2 മണിക്കൂറോ കോലായിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും. അപ്പൊ നിൽക്കാതെ കോള് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ എടുക്കൂല, അല്ലെങ്കിൽ തിരക്കാവുമ്പോൾ. അപ്പൊ ആളുകളോട് നമ്മൾ ക്ഷമ ചോദിക്കും ആ കാര്യത്തിൽ. എന്തായാലും നമ്മൾ 4 നമ്പർ ഉണ്ട്, അതിൽ 4 കാറ്റലോഗ് ഉണ്ട്. അതിൽ നിങ്ങളൊരു ഹായ് വിട്ടാൽ നമ്മളെ ലിങ്കും കാര്യങ്ങളൊക്കെ വരും, എല്ലാം വരും. അപ്പൊ വിറ്റ വണ്ടികളാണെങ്കിൽ കാറ്റലോഗിലായിട്ട് ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും മാക്സിമം ആളുകൾ എന്ത് ചെയ്യുക, നമ്മളെ വീഡിയോ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് അടിച്ച് പൊളിച്ചായിട്ട് എന്ത് ചെയ്യുക, ഈ കൊല്ലത്തെ വീഡിയോ എന്ത് ചെയ്താൽ ഈ കൊല്ലത്തെ നമ്മൾ അവസാനത്തെ വീഡിയോ ആണ്. ഇൻഷാല്ലാ നമ്മൾ അടുത്ത കൊല്ലം വീഡിയോ ഇടുള്ളൂ. അപ്പൊ എന്തായാലും മാക്സിമം ആളുകൾ വരിക, സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. ഞാൻ വെറുതെ ഒന്നും പറയണ്ട, മതി. ഓക്കെ. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും